ഹായ് വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ഗുരുവായൂർ അമ്പലനടയിലേക്ക് പോവുകയാണ് കേട്ടോ ഗൈസ്. പെട്ടെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. ചടപടയെ വെച്ചിട്ട് ഞങ്ങൾ തലേ ദിവസം പ്ലാൻ ചെയ്തു, പിറ്റേ ദിവസത്തെ പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം അകമലയിലൊന്ന് കയറി തൊഴുതു. എന്നിട്ട് അവിടെ നിന്ന് നാളികേരമൊക്കെ കിട്ടി, അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിതാ പൊക്കോണ്ടിരിക്കുകയാണ്. ഇന്ന് ബക്രീദ് ആയതുകൊണ്ട് തന്നെ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിറങ്ങിയതാണ് ഗൈസ്. സൂചി കുത്തേടല്ല എന്ന് പറയാലോ. ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. അതൊരു വണ്ടികളായിരുന്നു. റോഡുകളിലൂടെയൊക്കെയാണ് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടേക്കണത്. നോ പാർക്കിംഗ് എഴുതിയെടുത്ത് പോലും പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അതൊരു തിരക്കായിരുന്നു. നമ്മൾ ഹിന്ദുക്കൾക്കൊക്കെ എന്ത് ബക്രീദ് അല്ലേ. അവർ മൊത്തം എല്ലാ പടകളും നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിലുണ്ടായിരുന്നു കേട്ടോ. കേരളം മൊത്തം ഇളകി വന്ന പോലെയായിരുന്നു നമ്മുടെ ഗുരുവായൂരിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. കാരണം ഇത്ര അധികം തിരക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഉണ്ണിക്ക് ചോറ് കൊടുക്കാൻ വന്നപ്പോൾ പോലും ഇത്ര തിരക്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഒന്നും തിരക്കേ അല്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ വിഷുവിനും ഓണത്തിനൊക്കെയാണ് ഈ തിരക്കുണ്ടാവുക കേട്ടിട്ടുള്ളത്, ഇങ്ങനെ തിരക്കുണ്ടാവുക എന്നുള്ളത്. പക്ഷേ ഇപ്പം മനസ്സിലായി അതിന് മാത്രമല്ല, ഇങ്ങനത്തെ ചില പരിപാടികൾക്കൊക്കെ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഞങ്ങളത് അമ്പലത്തിലേക്ക് എത്തി. ഒരു അരമണിക്കൂറോളം ഞങ്ങൾ വട്ടം കറങ്ങി കേട്ടോ, പാർക്കിംഗ് ഏരിയ കിട്ടാതെ. എന്നിട്ട് ഞങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ ഗുരുവായൂർ പാർക്കിംഗ് ഏരിയ കിട്ടിയിട്ടുണ്ടായിരുന്നു. അടിപൊളി വലിയ സ്ഥലമായിരുന്നു. അത് കാരണം താഴെ മേലേക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമായിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാണ്ട് പാർക്ക് ചെയ്തിട്ട് ഒരു 5 മിനിറ്റും കൂടെ നടക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വലിയ ഭാഗ്യമായി, ദൈവാനുഗ്രഹം. കാരണം അവിടെയെങ്കിലും പാർക്കിംഗ് കിട്ടി. അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് വടി പിടിച്ചായിരുന്നു ഞങ്ങൾ. സത്യം പറഞ്ഞാൽ പാർക്കിംഗ് കിട്ടാണ്ട് ഞങ്ങൾക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വരാൻ പറ്റില്ലല്ലോ. കാരണം എവിടെയെങ്കിലും പാർക്ക് ചെയ്താലല്ലേ ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് തൊഴുത് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഉള്ളിൽ കയറണമെന്ന് വിചാരിച്ചതല്ല, കയറാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് എത്താറായിട്ടോ. അറ്റത്ത് കണ്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഗുരുവായൂർ അമ്പലനടയിൽ സിനിമ കണ്ടപ്പോൾ ശരിക്കും ഗുരുവായൂരിൽ നിന്ന് എടുത്ത ഷൂട്ട് പോലെ തന്നെ ഉണ്ടായിരുന്നു. സെറ്റൊക്കെ ഇട്ടത് സൂപ്പറായിരുന്നു അല്ലേ. നിങ്ങൾ കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സിനിമ. എന്തായാലും ലാസ്റ്റത്തെ ഭാഗം സൂപ്പറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആമിക്ക് എവിടെ കണ്ടാലും ഇങ്ങനെ എപ്പോൾ ഇറങ്ങി നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒക്കത്തൊന്നും ഇരിക്കില്ല കേട്ടോ മൂപ്പത്തി. ഇങ്ങനെ നടന്നുകൊണ്ട് നടക്കണം. അവൾക്ക് പിടിക്കാനൊന്നും ഇഷ്ടമല്ല. അതിപ്പോൾ എന്താണ് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് നടക്കണമൊക്കെ ഉണ്ട്. ഇഷ്ടമൊന്നുമല്ല. കൈയൊക്കെ വിട്ടിട്ട് ഓടിയിട്ട് ഇങ്ങനെ ചിലവരെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കും, പിന്നെ വീണ്ടും റിട്ടേൺ അടിക്കും. അങ്ങനെയൊക്കെ തന്നെയാണ് മൂപ്പത്തിയുടെ പരിപാടി. അപ്പോൾ ഞങ്ങൾ വീഡിയോയിൽ പെടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫ്രണ്ട് കയറി നടക്കാനായിട്ട് സത്യം പറഞ്ഞതിനെ. അപ്പോൾ ജീൻസൊക്കെയാണ് ഇട്ടേക്കണത്. അവിടെ എത്തിയിട്ട് അവൾക്ക് ഡ്രസ്സ് മാറണം, എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ചെറിയ റീൽസിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തതായിരുന്നു കേട്ടോ. പക്ക ബോറായിപ്പോയി. അങ്ങോട്ട് ശരിയായില്ല ഷൂട്ട് ചെയ്തത്. ഫുള്ള് ഷേക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിലേക്കൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 8 മണിയാകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞങ്ങളൊരു 10 മണിയൊക്കെ ആയി അമ്പലത്തിൻ്റെ അവിടെ എത്തുമ്പോൾ. പിന്നെ അരമണിക്കൂറോളം ചുറ്റിയില്ലോ. 10-10:30 ആയി സത്യം പറഞ്ഞാൽ അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറാൻ നിന്നപ്പോൾ. ഞങ്ങൾ പിന്നെ ഇങ്ങനെ മുല്ലപ്പൂ മേടിക്കണോ വേണ്ടേ എന്നിങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. കൺഫ്യൂഷൻ തീർക്കണമേ. സോറി, പാട്ടൊന്ന് പാടിപ്പോയി, ചെറുതായിട്ടൊന്ന് കൊളായിപ്പോയി. അപ്പോൾ ഞങ്ങളിതാ മുല്ലപ്പൂ മേടിക്കുകയാണ്. എന്താ ഗൈസ്, മുല്ലപ്പൂവിനൊക്കെ മുഴത്തിന് എന്താ റേറ്റ് വെച്ചിട്ടാ? 40-ൻ്റെ ഉണ്ട്, 50-ൻ്റെ ഉണ്ട്. സാധാരണ 30 രൂപയൊക്കെ ഉണ്ടാവലുള്ളൂ. ഇതാകെ തുണ്ടല്ലേ. ഇതിപ്പോൾ ഞങ്ങൾ 5 പേരുണ്ട്, 2 മുഴം മുല്ലപ്പൂ ഉണ്ട്. അപ്പോൾ മുല്ലപ്പൊക്കെ മേടിച്ച് പൂതിയല്ലേ, അമ്പലത്തിലൊക്കെ വരുമ്പോഴല്ലേ ഇങ്ങനെ മുല്ലപ്പൊക്കെ വെക്കുള്ളൂ. പിന്നെ അങ്ങോട്ട് മേടിക്കാമെന്ന് വിചാരിച്ച് 2 മുഴം അങ്ങോട്ട് മേടിച്ചു ഞങ്ങൾ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആമിക്ക് പൂവൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ആമിക്ക് വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ച് മേടിച്ചത്. പക്ഷേ അതിൽ വലിയ കഷ്ണം ഞാൻ അടിച്ചു മാറ്റിട്ടോ. അപ്പൂന് വേണ്ടാന്ന് പറഞ്ഞു. മഞ്ചാടിക്കും അമ്മയ്ക്കും ഞാനും ആമിയും കൂടിയിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ മുല്ലപ്പ് കണ്ടാൽ എനിക്ക് ഭയങ്കര പ്രാന്താണ്. അയ്യോ, ഇവിടെ വീട്ടിൽ തറവാട്ടിൽ വലിയ മരത്തിൽ ഇങ്ങനെ മുല്ലവള്ളി ഇങ്ങനെ ചുറ്റി നിൽക്കണം. നാട്ടുകാരൊക്കെ വരിക, മുല്ല പൂത്ത് കഴിഞ്ഞാൽ അയ്യോ പോണവരും വരുന്നവരൊക്കെ മുല്ലമേലിക്കായിരിക്കും നോക്കുക. കാരണം അമ്മ അതിൽ ഇല പോലും കാണില്ല, അത്രയ്ക്ക് മുല്ല ഇങ്ങനെ പിരിപ്പിരിപ്പിരിന്നനെ ഉണ്ടാവും ഗൈസ്.
അതൊക്കെ വെട്ടിക്കളഞ്ഞ് ഇപ്പോൾ ഇതാ റോഡ് പണി കാരണം ബാക്കോട്ട് ഇറക്കിയെടുത്ത് ആ മരവും വെട്ടി വള്ളിയൊക്കെ വെട്ടിക്കളഞ്ഞ് ആകെ ഒന്നുമില്ലാത്ത അവസ്ഥയും അതൊക്കെ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം വരും. അത്രയും മുല്ലപ്പൂ ഉണ്ടായിരുന്ന വീടായിരുന്നു. എന്താ പറയുക, കുട്ടികളുടെ അഭിഷേകമായിരുന്നു മുല്ലപ്പൂ ഉണ്ടായി കഴിഞ്ഞാൽ. നിലമൊക്കെ ഇങ്ങനെ മുല്ലപ്പൂ വാരിയിട്ട് രാത്രിയൊക്കെ ഇങ്ങനെ മുല്ല പൂത്തുള്ള മണമൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ, ഉമ്മർത്തൊക്കെ ഇരിക്കുമ്പോൾ നല്ല രസമാണ് അതൊക്കെ. ആ സമയത്തൊക്കെ യൂട്യൂബൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചായിരുന്നു. ആ സമയത്ത് നമുക്ക് ഇതിനെ പറ്റിയിട്ടൊരു ബോധമൊന്നും ഇല്ലല്ലോ. കല്യാണം കഴിഞ്ഞ് ഇപ്പോഴൊക്കെ എത്തിയപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ഒരു ചാനൽ തുടങ്ങണമെന്നും അതേപോലെ ഇതുപോലെ വീഡിയോസൊക്കെ ഇടണം എന്നൊക്കെ ഒരു ബോധം ചിന്തയൊക്കെ വന്നത്. സാരമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാക്കാം. ഓക്കെ. അപ്പോൾ അത് ആമിക്ക് മുല്ലപ്പൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. ഇനി ഞാൻ മുല്ലപ്പ് വെക്കാനുള്ള ശ്രമത്തിലാണ്. അതിങ്ങനെ കത്രിക ഇല്ലാത്തതുകൊണ്ട് കടിച്ചിട്ടാണ് കേട്ടോ ഞാൻ പൊട്ടിച്ചത്. മഞ്ചാടിക്ക് വെച്ച് കൊടുത്തു, ഞാൻ വെക്കണു. പിന്നെ ഞങ്ങളിതാ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ എന്തൊക്കെ മേടിക്കണം എന്ന് ആലോചിച്ചിട്ടാണ് കേട്ടോ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കണത്. ഉള്ളിലേക്ക് പോകും തോറും ഭയങ്കര തിരക്കാണ്. തിരക്ക് പറയണ ഉള്ളിൽ കയറാനുള്ള തിരക്കല്ല, ക്ലോക്ക് റൂമിൻ്റെ അവിടെയും ഫുഡിൻ്റെ അവിടെ എന്ന് വെച്ചാൽ എന്താ പറയുക, അന്നദാനം കൊടുക്കണതിൻ്റെ അവിടെയും പ്രസാദം മേടിക്കുന്നതിൻ്റെ അവിടെയും എന്ന് വെച്ചാൽ പാൽപ്പായസം, നെയ്യ്, വെണ്ണ, എന്താ പറയുക അങ്ങനത്തെ അമൃത് അങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ മേടിക്കണോടത്താണ് കൂടുതൽ തിരക്കുള്ളത് എന്ന് എനിക്ക് തോന്നിയിട്ടാണ്. കാരണം അങ്ങോട്ട് കണ്ടോ, അവിടെ ക്ലോക്ക് റൂമാണ്. അപ്പോൾ അത് കാരണം ഭയങ്കര തിരക്കുണ്ടോ. ഇവിടെ ഒന്നും അത്ര ആൾക്കാരില്ല, കാരണം ഉള്ളിലേക്ക് കയറുന്നിടത്തൊന്നും അത്ര ആൾക്കാരില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിലാണ് ഫുള്ള് ആൾക്കാരിങ്ങനെ തടിച്ചു കൂടി നിൽക്കണം. അത് കാരണം നമുക്ക് ചെരുപ്പ് ഇതൊന്നും വെക്കിയ സ്ഥലം എന്താ പറയുക, ഉള്ളിലേക്ക് കയറ്റാൻ പറ്റിയില്ല, ക്ലോക്ക് റൂമിലേക്ക് കയറ്റാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളൊരു സൈഡിൽ വെച്ചു. ഇനി ചെരുപ്പ് മോഷ്ടിച്ചതിനെ വേറെ ആരിലേക്ക് എടുത്തിട്ട് പോരാലോ എന്ന് വിചാരിച്ചു. ഇല്ല കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. ഒരു ഭാഗത്ത് കൂട്ടിയിട്ടു കിട്ടുമോ തന്നെ അറിഞ്ഞില്ല കേട്ടോ. കാരണം അമ്മാതിരി ജനങ്ങളല്ലേ, ചിലവരൊക്കെ ഇഷ്ടപ്പെട്ട മാറ്റിയിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ വേറെ ആരിലേക്ക് ചെരുപ്പിട്ടിട്ട് വരണം. പക്ഷെ ഞങ്ങളുടെ ചെരുപ്പൊന്നും ആർക്കും വേണ്ട തോന്നുന്നു. ഞങ്ങളുടെ ചെരുപ്പ് ഞങ്ങൾക്ക് തന്നെ തിരിച്ച് കിട്ടിയിട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഇവിടെ നടക്കൽ തൊഴുത് പിന്നെ അങ്ങനെ ചുറ്റി പോയിട്ടോ. ഇങ്ങോട്ട് മെയിൻ ഉള്ളിലേക്ക് കയറാനൊന്നും പറ്റിയില്ല. ജസ്റ്റ് ഒന്ന് കയറി തൊഴാനേ ഞങ്ങൾക്ക് പറ്റിയുള്ളൂ കേട്ടോ. അപ്പോൾ അത് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് കയറി തൊഴുത് പ്രസാദം മേടിക്കണോടത്തായിരുന്നു കുറച്ചും കൂടി തിരക്കുണ്ടായിരുന്നത്. ഈ ചന്ദനം ഉണ്ടല്ലോ, അത് മേടിക്കണോടത്ത്. അപ്പോൾ പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നില്ല. പിന്നെ ഇവിടുന്ന് ഫോട്ടോ എടുക്കണം, അവിടുന്ന് ഫോട്ടോ എടുക്കണം. ഏട്ടൻ നടക്കണോടത്ത് കൂടെ ഫോട്ടോ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് നടക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു ഫുള്ള് വീഡിയോ എടുത്തോണം, ഞാൻ വീഡിയോ എടുക്കുന്നില്ല, ഏട്ടനാണ് വീഡിയോ എടുക്കുന്നത് പറഞ്ഞപ്പോൾ എല്ലാം അത് കവർ ചെയ്ത് എടുത്തോളണം. കാരണം ഉണ്ണിയുടെ ചോറൂണിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ ഒക്കെ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ അത് കാരണം അതൊന്നും ഇല്ല. മോളുടെ ചോറൂണിൻ്റെ വീഡിയോ ഒക്കെ എന്താ പറയുക വരണം എന്നൊക്കെ, അതൊക്കെ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പോട്ടെ, നമുക്കിത് രണ്ടാമത് വീഡിയോ എടുക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ നമ്മൾ പിന്നെ അത് പാഴാക്കരുതല്ലോ. അപ്പോൾ മോളുടെ ചോറൂണ് നമ്മൾ ഗുരുവായൂർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നടത്തിയിട്ടുണ്ടായിരുന്നത്. അവൾക്ക് 5.5 മാസമായപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഗുരുവായൂർ കൊടുക്കണം എന്ന് തന്നെയായിരുന്നു കേട്ടോ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഗുരുവായൂർ കൊടുത്തു. അന്ന് അത്ര തിരക്കും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് പണി കിട്ടിയത് ഏട്ടൻ്റെ വീട്ടുകാർക്കാണ്. വരേണ്ട ട്രെയിന് പെട്ടെന്ന് കയറുമ്പോഴത്തേനും പെട്ടെന്ന് ട്രെയിൻ എടുത്ത് കയറാൻ പറ്റിയില്ല. അങ്ങനത്തെ ഒരു ഇത് കാരണം ഞങ്ങളുടെ ടീം 9 മണിയാകുമ്പോൾ എത്തി. പക്ഷേ ഏട്ടൻ്റെ അമ്മയും ഇവരൊക്കെ എത്തുമ്പോൾ 11:30-12 മണിയായി. ആ സമയത്താണ് മോൾക്ക് ചോറ് കൊടുക്കാൻ കയറാൻ പറ്റിയത്. പിന്നെ രാത്രി വരെ നമ്മുടെ ഗുരുവായൂർ ചോറൂണുള്ളത് കാരണം നമുക്ക് വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങളിത് ഉള്ളിലേക്ക് കയറാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, കാരണം ചുറ്റി പോകണ്ടേ. അപ്പോൾ നിങ്ങൾ പതുക്കെ ഈ ആമി നടക്കണ കാരണം അവളുടെ പിന്നാലെ വേണം നടക്കാനേ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ ചുറ്റി കറങ്ങി ഉള്ളിൽ കയറി തൊഴുത്. ഉള്ളിലേക്ക് നമുക്ക് ഫോണൊന്നും അലൗഡ് അല്ലല്ലോ. ഫോണൊക്കെ ഒരു ടീം പുറത്ത് നിന്നിട്ട് ഞങ്ങളിട്ട് കയറി, പിന്നെ ഞങ്ങൾ പുറത്ത് നിന്നിട്ട് പിന്നെ ബാക്കിയുള്ളവർ കയറി, അങ്ങനെ കണ്ടാൽ കയറിയത്. പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ പാൽപ്പായസം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിത് പാൽപ്പായസം കുടിക്കുകയാണ്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ അത്ര വരില്ലെങ്കിലും എന്ന് പറയാൻ എനിക്ക് പറ്റില്ല, കാരണം ഞാൻ അമ്പലപ്പുഴ പാൽപ്പായസം കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഗുരുവായൂരത്തെ പാൽപ്പായസം സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതെനിക്കിഷ്ടമായി, ആമിക്ക് ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമാവും. കാരണം ഗുരുവായൂരത്തിലെ പാൽപ്പായസം സൂപ്പറാണല്ലോ. അപ്പോൾ അത് ഏട്ടൻ്റെ അമ്മയാണെങ്കിൽ പായസം കൊതിച്ചാണ്, അതറിയാലോ. പിന്നെ ഞങ്ങളിത് അവിടെ വണ്ടിയിൽ പോയിട്ട് എന്താ പറയുക
ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നതാണ് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ബീച്ചിലാക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത്. കാരണം അവർക്ക് വിശക്കണില്ല എന്ന് പറഞ്ഞു. പിന്നെ ആമിമോൾക്ക് വിശക്കാൻ തുടങ്ങി. വൈകുന്നേരം 2 മണി ആവാറായി. മക്കളെ ഹോട്ടൽ ഫുഡ് സൂപ്പറാണ്, പക്ഷെ ഫുഡിൻ്റെ റേറ്റും അതേപോലെ തന്നെ സർവീസും പക്ക ബോറാണ്. പക്ക ബോറ് പറഞ്ഞാൽ പക്ക ബോറാണ്. 2-3 ടീമൊക്കെ അടി ഉണ്ടാക്കി പോയിരുന്നു. കാരണം ആദ്യം ഓർഡർ ചെയ്ത സാധനം അപ്പം അരമണിക്കൂർ കഴിഞ്ഞ് വന്നിട്ട് പറയാണ് ഇല്ലയെന്ന്. പിന്നെ ഓർഡർ ചെയ്ത സാധനം വീണ്ടും വന്നിട്ട് പറയണേ ഇല്ലയെന്ന്. അങ്ങനെ 3 വട്ടം ഓർഡർ ചെയ്തിട്ട് കുഞ്ഞു മക്കളൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ. അപ്പോൾ ഇവർ ചിന്തിക്കേണ്ടവർക്ക് ഇത്ര വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം. അപ്പോൾ അതൊന്നും അവർ ചിന്തിക്കണം. കസ്റ്റമറുടെ ഒരു കാര്യം അവർ ശ്രദ്ധിക്കണില്ല. അവർക്ക് അവരുടെ സാലറി എന്നുള്ള ചിന്ത മാത്രമേ അവരുടെ മുന്നിലുള്ളൂ. വേറെ ഒന്നും അവർ ചിന്തിക്കണില്ല കേട്ടോ. പക്ഷേ ഫുഡ് ഓക്കെയാണ്, സൂപ്പറാണ് കേട്ടോ. പിന്നെ ഇതാ കാറിൽ കയറിയിട്ട് ചുട്ടിട്ടൊരു വിധമായി. അയ്യോ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് അപ്പു 2 മിനി ഫാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ കൈ കൊണ്ട് കറക്കണം. അതുകൊണ്ട് ഇങ്ങനെ കാറ്റ് കൊണ്ട് ഇട്ടിരിക്കുകയായിരുന്നു. പിന്നെ മക്കളെ ഫുഡിൻ്റെ റേറ്റ് ഒരു 1.5 റേറ്റാണ് കേട്ടോ. നെയ്മീൻ ഫ്രൈക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് കയറി ഒന്ന് ഗസ് ചെയ്ത് നോക്കുക. വഴിയേ അതിൻ്റെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. വെയിറ്റ് ആൻഡ് സി. എന്തായാലും അതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ പിന്നെ അവർ ബീച്ചിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. കുറേ നേരം അവരവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ ഞങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഏട്ടനും കൂടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ തന്നെ സമയം 3:30 ആവാറായി. അപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് കണ്ട് ഒരു 5 മിനിറ്റ് ആസ്വദിച്ചിട്ട് ഞങ്ങൾ പോന്നു. കാരണം ആമിക്കുട്ടി ഉറങ്ങിപ്പോയി. ആമിക്കുട്ടി ആദ്യമായിട്ടായിരുന്നു കടൽ കാണേണ്ടിയിരുന്നത്. പക്ഷെ അവൾ നല്ല ഉറക്കമായിരുന്നു, അവൾക്ക് കാണാൻ പറ്റിയില്ല. വേറൊരു ദിവസം എൻ്റെ മോളെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം എന്നുണ്ട്. എന്തായാലും പറ്റട്ടെ. അപ്പോൾ ഞങ്ങളിതാ പതുക്കെ അവിടെ നിന്ന് സ്കൂട്ടായി അച്ചാച്ചൻ്റെ പെങ്ങളുടെ വീട്ടിലും പോയിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ വെക്കാനും മറക്കരുതേ.